ആലങ്ങാട് ജമാഅത്ത് സ്കൂളിന്റെ 29ാമത് വാർഷികം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. ആലങ്ങാട് ജമാഅത്ത് സ്കൂളിന്റെ 29ാമത് വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ആലങ്ങാട് ജമാഅത്ത് മഹല്ലംഗമായ ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇതെന്റെ ജന്മനാടാണ്. എനിക്ക് ഓരോരുത്തരെയും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരെയും എനിക്കറിയാം. എൻ്റെ മഹല്ലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മഹല്ല് തരുന്ന ഒരു പരിപാടി, ഒരു സ്വീകരണം എന്നല്ല, ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന അതിയായ സന്തോഷം നൽകുന്ന ഒരു സംഗതി തന്നെയാണ്. മഹല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താവളം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ഒരു നിർഭയത്വത്തിൻ്റെ ഒരു താവളമായിട്ട്, സമാധാനത്തിൻ്റെയും അതേപോലെ ശാന്തിയുടെയും സന്ദേശം നൽകുന്ന ഒരു താവളമായിട്ട് നമ്മളുടെ മഹല്ല് മാറട്ടെ എന്ന് ആദ്യമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ഇതുപോലത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്ക് ഉത്തരേന്ത്യയിൽ, ഞാനിപ്പോൾ ഉത്തരേന്ത്യയിലാണ് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നത്. ഉത്തരേന്ത്യയിൽ പോയാൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനവും നമുക്ക് കാണാൻ പറ്റുകയില്ല. അവിടുത്തെ മഹല്ലുകളായാലും മദ്രസകളായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും അതിൻ്റെതെല്ലാം സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്നത് വലിയ രീതിയിൽ ഒരു വലിയ രീതിയിൽ, ഇതിനകത്ത് ഒരു കമ്പാരിസൺ പോലും ഇല്ലാത്ത രീതിയിലാണ് അവിടുത്തെ സ്ഥാപനങ്ങൾ. അതുകൊണ്ട് അതായത് ഇവിടെ പഠിക്കുന്ന കുട്ടികളും മാതാപിതാക്കളും എല്ലാം വലിയ രീതിയിൽ ഭാഗ്യം ചെയ്ത ആളുകളാണ്. കാരണം ഇത്തരത്തിൽ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു സ്ഥാപനത്തിൽ പഠിക്കുവാനും പറ്റുക എന്നുള്ളത്. പിന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആഴ്ച മലപ്പുറത്ത് ഒരു സ്ഥലത്ത് പോയിരുന്നു. മലപ്പുറത്തെ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു പഞ്ചായത്തിൽ, ഒരു മൊറയൂർ ഗ്രാമപഞ്ചായത്തിൽ, അവിടെ 19 വയസ്സുകാരി ജുമാന മറിയം, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു ജുമാന മറിയം എന്ന് പറയുന്ന 19 വയസ്സുകാരി വിദ്യാർത്ഥിനി, അവൾക്ക് പൈലറ്റ് ആകണമെന്നുള്ള മോഹം കൊണ്ട് പൈലറ്റ് അക്കാഡമിയിൽ ചേർന്ന് 10 മണിക്കൂർ ഫ്ലൈ ചെയ്തതിന് ശേഷം അവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ മറിയം ജുമാനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറിയം ജുമാനയുടെ പിതാവ് എന്ന് പറയുന്നത് ഒരു പള്ളിയിലെ ഉസ്താദാണ്, ഒരു ഫൈസിയാണ്. അപ്പൊ ആ ഒരു ഉസ്താദിന്റെ മകളായിട്ടുള്ള മറിയം ജുമാന, സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയില്ലാത്ത ഒരു കുടുംബത്തിലെ മറിയം ജുമാന മഹാരാഷ്ട്രയിലെ ഒരു ഫ്ലൈയിങ് അക്കാഡമിയിൽ പോയിട്ട് അവിടെ പൈലറ്റ് ട്രെയിനി ആയിട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഒരുപാട് പ്രചോദനം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതിന്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറം ഒരു സയന്റിസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഷഫീറിന്റെ വീട്ടിൽ പോയി. നേരത്തെ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞു ഒരുപാട് സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ടെന്ന്. ഷഫീറിന് കിട്ടിയ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് റോയൽ സൊസൈറ്റി ഓഫ് UK-യുടെ 20 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് ഷഫീറിന് കിട്ടിയത്. അതായത് അദ്ദേഹം നടത്തിക്കൊണ്ടുവരിക്കുന്ന ഒരുപാട് ഗവേഷണങ്ങളുണ്ട്. ആ ഗവേഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അതിനു വേണ്ടിയിട്ട് 20 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് റോയൽ സൊസൈറ്റി ഓഫ് UK നൽകിയത്. അതായത് മൊറയൂർ പഞ്ചായത്ത്, മലപ്പുറത്തിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന ഒരു ഷഫീറിന് കിട്ടിയിരിക്കുന്ന 20 കോടി രൂപയുടെ സ്കോളർഷിപ്പ് UK ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ, ആ സ്കോളർഷിപ്പ് വേറെ ആർക്കെല്ലാമാണ് കിട്ടിയതെന്ന് നോക്കിയപ്പോൾ 2 പേരുകളാണ് ഞാനകത്ത് കണ്ടത്. ഒന്ന് ആൽബർട്ട് ഐൻസ്റ്റൈനും, 2 ഐസക് ന്യൂട്ടനും. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റൈനും ഐസക് ന്യൂട്ടനും കിട്ടിയ അതേ തരത്തിലുള്ള സ്കോളർഷിപ്പ് മലപ്പുറത്തിലെ മൊറയൂർ പഞ്ചായത്തിലെ ഒരു ഷഫീറിന് കിട്ടുക എന്ന് പറയുകയാണെങ്കിൽ, തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ പ്രിയ കുട്ടികളെ, നിങ്ങൾ ഈ ആലങ്ങാട് ജമാഅത്ത് പബ്ലിക് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും മേലെയുള്ള തരത്തിലേക്ക് നിങ്ങൾക്ക് വിജയക്കൊടി പാറിക്കാൻ പറ്റുമെന്നുള്ള യാതൊരു സംശയവുമില്ല. ആലങ്ങാട് ജമാഅത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനു അബ്ദുൽ കരീം അധ്യക്ഷത വഹിച്ചു. ഈ കഴിഞ്ഞ പരീക്ഷകളിലെല്ലാം നാം 100% വിജയത്തോടു കൂടിയാണ് നമ്മുടെ കുട്ടികൾ പാസ്സായിട്ടുള്ളത്. അതും ഈ വർഷത്തെ റിസൾട്ട് എല്ലാം, ഈ കഴിഞ്ഞ വർഷം നമ്മൾ ബോർഡ് എക്സാമിൽ +2-ൽ 37 കുട്ടികൾ പരീക്ഷ എഴുതുകയും 10ാം ക്ലാസ്സിൽ 64 കുട്ടികൾ പരീക്ഷ എഴുതുകയും ചെയ്തു. ഇവരെല്ലാം ഹൈ മാർക്കോടുകൂടിയും ഫുൾ ഡിസ്റ്റൻസോടുകൂടിയുമായി ആണ് പരീക്ഷയിൽ വിജയിച്ചിട്ടുള്ളത്. ഈ വർഷം നമ്മൾ കുട്ടികൾ ഈ ഫെബ്രുവരി 15-ാം തീയതി മുതൽ നമ്മുടെ ഈ വർഷത്തെ പരീക്ഷ ആരംഭിക്കുകയാണ്. ഈ വർഷവും നമ്മൾ 10ാം ക്ലാസ്സിൽ 65 കുട്ടികളും 12ാം ക്ലാസ്സിൽ 36 കുട്ടികളും പരീക്ഷ എഴുതുവാൻ പോവുകയാണ്. ഈ വർഷം നമ്മൾ നല്ലൊരു ഉന്നത വിജയം തന്നെയാണ് നമ്മൾ ഈ വർഷവും പ്രതീക്ഷിക്കുന്നത്. സെക്രട്ടറി AM അബ്ദുൾ സലാം സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പാൾ സുമിത ഷമീർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി. മുൻ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ VK ബീരാൻ, ആലങ്ങാട് ജമാഅത്ത് ഇമാം ഡോക്ടർ ജുനൈദ് ജൗഹരി അസ്ഹരി, ട്രസ്റ്റ് വൈസ് ചെയർമാൻ KA സിയാദ്, ട്രഷറർ VP അഷറഫ്, ജോയിന്റ് സെക്രട്ടറി ജമാലുദ്ദീൻ, വൈസ് പ്രിൻസിപ്പാൾ സന്യ സോമൻ,
സ്കൂൾ ഹെഡ് ബോയ് മാസ്റ്റർ അദ്നാൻ എം ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. നിങ്ങളുടെ ഈ രാജ്യത്തെ സർവ് ചെയ്യുമ്പോൾ ഹിന്ദുവിനെ മാത്രം സർവ് ചെയ്യാൻ പറ്റുമോ? മുസ്ലിമിനെ സർവ് ചെയ്യാൻ പറ്റുമോ? ക്രിസ്ത്യാനിയെ മാത്രം സർവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് അങ്ങനെ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അക്ബർ ചക്രവർത്തി പ്രധാനമന്ത്രി ബീർബൽ ബ്രാഹ്മണൻ, അക്ബർ ചക്രവർത്തിയുടെ ധനകാര്യമന്ത്രി രാജാ തോണ്ടർമാൽ വൈശ്യൻ, അക്ബർ ചക്രവർത്തിയുടെ സർവ്വസൈന്യാധിപൻ രാജാ മാൻസിംഗ് അയാൾ രജപുത്രനായിരുന്നു. ഏറ്റവും കൂടുതൽ ചീത്തവിളി കേൾക്കുന്ന ഔറംഗസീബുണ്ട്. ഔറംഗസീബിന്റെ പ്രധാനമന്ത്രി ആരാണ്? തേജ് ബഹാദൂർ, ഹിന്ദു ആയിരുന്നു. ഔറംഗസീബിന്റെ ഗവൺമെന്റിൽ 80% ഹിന്ദുക്കളായിരുന്നു. ഔറംഗസീബിന്റെ സൈന്യത്തിൽ 85% ഹിന്ദുക്കളായിരുന്നു. ഹിന്ദു ക്ഷേത്രം പൊളിക്കാൻ ഔറംഗസീബ് ഓർഡർ ഇട്ടാൽ പട്ടാളം ഔറംഗസീബിനെ വെട്ടിക്കൊന്നല്ലാന്ന് അപ്പൊ തന്നെ. ടിപ്പുവിന്റെ പ്രധാനമന്ത്രി ആരാണ്? ടിപ്പുവിന്റെ പ്രധാനമന്ത്രി ബ്രാഹ്മണനായിരുന്നു. ബ്രാഹ്മണൻ. അദ്ദേഹത്തിന്റെ 12-അംഗ മന്ത്രിസഭയിൽ 8 പേരും ഹിന്ദുക്കളായിരുന്നു. ഹിന്ദുക്കൾ. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രധാന ഭാര്യ ആരാണ്? അദ്ദേഹത്തിന്റെ പ്രധാന ഭാര്യ വടകരയിലെ നായർ സ്ത്രീയായ ഉണ്ണിച്ചാറയായിരുന്നു. ആ ഉണ്ണിച്ചാറ മുസ്ലിമാണെന്ന് ടിപ്പു പറഞ്ഞോ? ഇല്ലല്ലോ. ശ്രീരംഗപട്ടണത്തെ ടിപ്പുവിന്റെ വീടിനോട് ചേർന്ന്, ഞാൻ ശ്രീരംഗപട്ടണം പോയി കണ്ടിട്ടുണ്ട്, ടിപ്പുവിന്റെ വീടിനോട് ചേർന്നൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടാക്കി. എന്തിനാണെന്നറിയാമോ? ഈ ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ട്. അക്ബറുടെ ഫത്തേപൂർ സിക്രി പോകുമ്പോൾ അക്ബറുടെ വീടിനോട് ചേർന്നൊരു ഹിന്ദു ക്ഷേത്രമുണ്ട്. എന്തിനാണെന്നറിയാമോ? ജ്യോതാബായിക്ക്, ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാൻ. ജ്യോതാബായി മുസ്ലിമാണെന്ന് അക്ബർ പറഞ്ഞോ? അക്ബർ പറഞ്ഞില്ല. അതാണ് ഈ രാജ്യത്തെ സൗഹാർദ്ദം. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഏകോദര സഹോദരങ്ങളെ ജീവിച്ചു. ആ സാഹോദര്യം ഈ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിയുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ ഏത് നിലയിലെത്തിയാലും മനുഷ്യനെ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ വേർതിരിക്കാൻ പാടില്ല.